ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ ബ്ലൈൻഡ് ബാഗ് ആൻഡ് സ്ക്വിഷി മേക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ ഞാൻ എപ്പോൾ ഷോർട്സ് അപ്ലോഡ് ചെയ്താലും അതിൻ്റെ താഴെ ഒക്കെ ഒരു കമൻറ്റ് ഉണ്ടാവും, ബ്ലൈൻഡ് ബാഗ് ചെയ്യോ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. ഇച്ചിരി A4 ഷീറ്റ് എടുക്കുക, എന്നിട്ട് അത് രണ്ടായിട്ട് മടക്കി കൊടുക്കുക. ഹെലോ കിറ്റി തീമിലുള്ള ബ്ലൈൻഡ് ബാഗ് ആണ് ചെയ്യുന്നത്. പിൻട്രസ്റ്റിൽ നിന്ന് ഹെലോ കിറ്റിയുടെ കുറച്ച് ക്യൂട്ട് പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പേപ്പർ കോപ്പി ആപ്പിലിട്ടിട്ട് ട്രൈസ് എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. ഏത് പിക്ചറാണോ നമുക്ക് വരക്കണ്ടേ അത് പേപ്പറിൻ്റെ കുറച്ച് സെൻട്രലായിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ വരച്ച പിക്ചറിൽ ബ്ലാക്ക് സ്കെച്ച് പെൻ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. നമ്മുടെ കിറ്റിനെ ഒന്ന് കളർ ചെയ്തെടുക്കാം. ഇനി ഈ പിക്ചറിന് മുകളിലായിട്ട് ഹെലോ കിറ്റി എന്നുള്ള ഒരു ടെക്സ്റ്റും കൂടെ കൊടുക്കുക. ദെൻ ബ്ലൈൻഡ് ബാഗ് ഒന്നും കൂടെ കൊടുക്കാം കേട്ടോ. ഞാൻ ഇതും പേപ്പർ കോപ്പി ആപ്പ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡ് മാത്രം വിട്ടിട്ട് ബാക്കിയുള്ള സൈഡൊക്കെ സെല്ലോ ടാപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചു. ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ത്രൂ ഔട്ട് സെല്ലോ ടാപ്പ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല. വീഡിയോയിൽ കാണിക്കുന്ന പോലെയൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫോൾഡ് ചെയ്ത് ഒട്ടിക്കുമ്പം ശ്രദ്ധിക്കുക, അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ബ്ലൈൻഡ് ബാഗ് കവർ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഫ്രണ്ട് പോർഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാക്ക് പോർഷനും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇത് ഹെലോ കിറ്റി തീമിലുള്ള ബ്ലൈൻഡ് ബാഗ് ആയതുകൊണ്ട് തന്നെ ക്യൂട്ട്, സ്കാരി, പ്രിൻസസ്, കൂൾ എന്നിങ്ങനെയാണ് കേട്ടോ നമ്മൾ എഴുതി കൊടുക്കുന്നത്. ബാക്ക് സൈഡും കൂടെ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്ത് റെഡിയാക്കാം. ഇനി നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് സ്ക്വിഷിയാണ്. അതിന് ഇങ്ങനെ ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഈ പേപ്പറിൽ എഗെയിൻ നമ്മളൊരു ക്യൂട്ട് കിറ്റിനെയും കൂടെ വരച്ചെടുത്തിട്ട് ബ്ലാക്ക് സ്കെച്ച് പെൻ കൊണ്ട് ഒന്നുകൂടെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഇത് കളർ ചെയ്തെടുക്കാം. എന്നിട്ടിത് ത്രൂ ഔട്ട് നന്നായിട്ട് ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒരു സൈഡ് വിട്ടിട്ട് വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റഫിങ് ആണ്. ഇതിലേക്ക് സ്റ്റഫ് ചെയ്യാനായിട്ട് ഞാൻ നമ്മളെ ഡോളിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവില്ലേ ഒരു പഞ്ഞി, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് സ്റ്റഫ് ചെയ്യണം, എന്നാലേ ആ സ്ക്വിഷി സൗണ്ട് ഉണ്ടാവുള്ളൂ. ഇനി ഈ ടൈപ്പ് പഞ്ഞി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കവേഴ്സില്ലേ, നോർമൽ പ്ലാസ്റ്റിക് കവേഴ്സും യൂസ് ചെയ്യാം. അതും നല്ല തന്നെയാണ് കേട്ടോ. അപ്പം കൈ വെച്ചിട്ട് എല്ലായിടത്തും എത്തിയൊന്ന് നന്നായിട്ട് നോക്കുക, എന്നാലേ അത് റെഡി ആയിട്ട് കിട്ടുള്ളൂ. പഞ്ഞിയെല്ലാം ഇട്ട് നന്നായിട്ട് ഫില്ലാക്കിയതിന് ശേഷം നമ്മുടെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ആ സൈഡും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ സ്ക്വിഷി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ സ്ക്വിഷി ഒന്ന് കവർ ചെയ്യാനുള്ള ഒരു കവർ ഉണ്ടാക്കിയെടുക്കണം. അതിന് ഒരു പേപ്പർ എടുക്കുക, എന്നിട്ടത് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് വിട്ടിട്ട് ബാക്കിയുള്ള സൈഡ്സ് എല്ലാം സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഏകദേശം ഒരു റഫ് ഐഡിയ വെച്ചിട്ടൊന്ന് ചെയ്യാം കേട്ടോ. ഇത് കുറച്ച് പൊങ്ങി കിടക്കുന്ന സംഭവം ആയതുകൊണ്ട് ഇതിൽ പാക്ക് ചെയ്ത് നിൽക്കുമെന്ന് നോക്കിയിട്ട് ചെയ്യാം. ഇനി കവറിൽ കുറച്ച് ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ സ്ക്വിഷി അതിനുള്ളിൽ ഇട്ടിട്ടൊന്ന് ആ സൈഡും കൂടെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൽ യു ഗോട്ട് എഴുതിയിട്ട് അതിൽ ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു സ്റ്റിക്കറും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അതിന് പേപ്പറിൽ കിറ്റിനെ വരച്ച ശേഷം കളർ ചെയ്യുക. ദെൻ അതിൻ്റെ മുകളിൽ സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് വൈറ്റ് പോർഷൻ ഇൻക്ലൂഡ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. വേണമെങ്കിൽ ചെയ്താൽ മതി. ഇത് സ്റ്റിക്കർ എന്നൊന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ ബാക്ക് സൈഡിൽ പേപ്പർ തന്നെയാണ് കേട്ടോ. മുകളിൽ മാത്രമേ നമ്മൾ ഇത് ചെയ്യുന്നു. ദെൻ സ്ക്വിഷിക്ക് കവർ ഉണ്ടാക്കിയ പോലത്തെ ഒരു കവറും ഇതിനും കൂടെ ഉണ്ടാക്കുക. എന്നിട്ട് ഇത് അതിനുള്ളിലിട്ടിട്ട് ആ സൈഡും കൂടെ ഒന്ന് സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ബ്ലൈൻഡ് ബാഗ് എടുക്കുക, അതിലേക്ക് നമ്മുടെ സ്ക്വിഷി കവർ ഇട്ട് കൊടുക്കുക. ദെൻ നമ്മുടെ സ്റ്റിക്കർ കവർ ഇട്ട് കൊടുക്കുക. ദെൻ ആ യു ഗോട്ട് എഴുതിയിട്ടുള്ള ആ പേപ്പർ, ആ സ്ലിപ്പും കൂടെ ഇട്ട് വെച്ചിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബ്ലൈൻഡ് ബാഗ് ട്രൈ ആക്കുന്നത്, അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ആൻഡ് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ വൈകാതെ തന്നെ. അപ്പം നമ്മുടെ ഹെലോ കിറ്റി ബ്ലൈൻഡ് ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.